USS എബ്രഹാം ലിങ്കണിലെ പട്ടാളക്കാരുടെ നാവികരുടെ മോശം അവസ്ഥയെക്കുറിച്ച് പുറത്തു വന്ന വാർത്തകൾ അമേരിക്കയെ ചില്ലറയൊന്നുമല്ല പ്രശ്നത്തിലാക്കിയത്. വല്ലാത്ത നാണം കെട്ടൊരു സാഹചര്യത്തിലേക്ക് അവർ പോയിരുന്നു. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയും ട്രംപുമൊക്കെ ഈ വാർത്തകൾ നിഷേധിച്ചുവെങ്കിൽ പോലും ഈ നാവികരുടെ കുടുംബാംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആശങ്കകളും പങ്കുവച്ചിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു അമേരിക്കയെ നാണം കെടുത്തുന്ന വാർത്ത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ USS ജോർജ് വാഷിംഗ്ടൺ എന്ന നേരത്തെയുള്ള കപ്പൽ നമുക്കറിയാം USS എബ്രഹാം ലിങ്കന് പുറമെ USS ജോർജ് വാഷിംഗ്ടൺ, USS ജോർജ് HW ബുഷ്, USS ബോക്സർ തുടങ്ങിയ മറ്റ് അമേരിക്കൻ കപ്പലുകൾ ഇവരൊക്കെ വലിയ വലിയ സന്നാഹങ്ങളുമായി വിവിധ കടലുകളിൽ പുറം കടലുകളിൽ സേവനമനുഷ്ഠിക്കുന്നവരാണ്. ആ കപ്പലുകളിലെ നാവികരും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവിനെക്കുറിച്ചും ശൗചാലയങ്ങളുടെ ശോച്യാവസ്ഥയെക്കുറിച്ചുമൊക്കെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. US നാവികസേനയ്ക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ അത്ഭുതം കൂറുന്നത്. നീണ്ടകാലത്തെ വിന്യാസം മൂലം വല്ലാത്ത മാനസമ്മർദ്ദത്തെ തുടർന്നാണ് ഈ എബ്രഹാം ലിങ്കണിലെ 7 നാവികരെങ്കിലും കപ്പലിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന വാർത്തകൾ പുറത്തുവരുന്ന തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ കപ്പലുകളിൽ ട്രംപിന്റെ ശ്രദ്ധ എവിടെയാണ്, തങ്ങളുടെ നാവികരുമായി ബന്ധപ്പെട്ട് യുദ്ധം മാത്രമാണോ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് പലപ്പോഴും ഉയർന്നു വരുന്നത്. വി വിനോദ് വിവരങ്ങളുമായുണ്ട്. വിനോദ്, ചെറിയ കാര്യമല്ലല്ലോ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമാണ്. അവരുടെ സേന വളരെ വലുതാണ്. അവർ ഒരുപാട് സൗകര്യങ്ങൾ കൊടുക്കുന്നുവെന്നാണ് പുറത്ത് ഉള്ള വാർത്തകൾ. പക്ഷേ ഇപ്പോൾ നാവികരെ ശ്രദ്ധിക്കാത്ത, തങ്ങളുടെ പടയാളികളെ ശ്രദ്ധിക്കാത്ത ഒരു ഭരണകൂടമായി ട്രംപ് ഭരണകൂടം മാറുകയാണോ? രഞ്ജിത്ത്, തീർച്ചയായും ഈ പടക്കപ്പലുകളുടെ അവസ്ഥ അത് പരിപൂർണമായി അമേരിക്കയെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകളെല്ലാം തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് സൈനികരുടെ കുടുംബങ്ങൾ എത്തുന്നുണ്ട്. അങ്ങനെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ഒരു വശത്തുള്ള ആക്ഷേപം, ഇറാനും ഒമാനുമായി കരാറുണ്ടാക്കി അവർ ട്രംപിനെ അവഗണിക്കുന്നു. അതിന് പുറമെയാണ് ഈ പാളയത്തിൽ പട എന്ന നിലയിലേക്ക് സൈനികരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന കടുത്ത അതൃപ്തി. ഇപ്പോൾ നമുക്ക് പരിശോധിക്കാം. എബ്രഹാം ലിങ്കൺ 9 മാസമായി കടലിലുണ്ട്. സൈനികർ പരസ്പരം ആക്രമിക്കുന്നു, കടലിൽ ചാടി ജീവനെടുക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു സാഹചര്യത്തെ തുടർന്ന് എബ്രഹാം ലിങ്കനെ മാറ്റുകയാണ്. വളരെ വേഗത്തിൽ തന്നെയാണ് ഇന്ത്യ പസഫിക് മേഖലയിൽ ഉണ്ടായിരുന്ന ജോർജ് വാഷിംഗ്ടണിനെ ഈ ഇറാൻ തീരത്തേക്ക് വിളിച്ചു വരുത്തുന്നത്. ആ കപ്പൽ യാത്ര തുടരുകയാണ്. ഒരുപക്ഷെ 23-നോ മറ്റോ പുതുതായി ഈ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുമ്പോൾ എബ്രഹാം ലിങ്കനെ മാറ്റാമെന്നുള്ള പ്രതീക്ഷയാണ്. മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവർ അക്കാര്യം പറഞ്ഞു. US സെൻട്രൽ കമാൻഡിൻ്റെ ഒരു വിശദീകരണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ് കപ്പലുകളുടെ കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഈ ബോക്സർ എന്ന കപ്പൽ അത് ഏതാണ്ട് 5 മാസമായി കടലിൽ തുടരുന്ന ഒരു കപ്പലാണ്. ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ ദൗത്യത്തിൻ്റെ ഭാഗമായി തുടരുന്ന കപ്പലാണ്. ജോർജ് ബുഷ് എന്ന കപ്പൽ അത് ഏതാണ്ട് 5 മാസമായി കടലിൽ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ജോർജ് വാഷിംഗ്ടണും. ഇതൊരു 3 മാസത്തിൽ അധികമായി കടലിൽ തുടരുന്ന കപ്പലാണ്. അങ്ങനെ മാസങ്ങളായി കടലിൽ തുടരുന്ന കപ്പലുകളെയാണ് പുതിയതായി വീണ്ടും ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. അവിടെയാണ് സൈനികർക്ക് ഈ അതൃപ്തി ഉണ്ടാകുന്നത്. മാത്രമല്ല, ലോക പോലീസ് എന്ന് വീമ്പ് പറയുന്ന അമേരിക്കയുടെ കപ്പലുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചോരുകയാണ്. ഈ കപ്പലുകളിൽ നടക്കുന്ന വിവരങ്ങൾ പുറം ലോകം അറിയുകയാണ്. അത് തന്നെയാണ് അമേരിക്കയെ ഞെട്ടിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യം രഞ്ജിത്ത്. കാരണം ഈ തസ്ലിം ന്യൂസ് ഏജൻസി എന്ന ഇറാനിൻ്റെ ന്യൂസ് ഏജൻസിക്ക് ഈ വിവരങ്ങൾ വളരെ കൃത്യമായി കിട്ടുകയാണ്. അതായത് അമേരിക്കയുടെ പടക്കപ്പലിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾ പോലും ഇറാന് ലഭിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും ഗൗരവമായി നമ്മൾ കാണേണ്ടത്. അമേരിക്ക ഒരു തരത്തിലും ഒരു വിവരങ്ങളും ചോരാത്ത ഒരു സൈനിക ശക്തി, അവരുടെ കപ്പൽ, അവരുടെ ആയുധ സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, ഇതെല്ലാം വലിയ വീമ്പോടെ പറയുമ്പോൾ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതിനുള്ളിലെ ദൃശ്യങ്ങൾ ഇതെല്ലാം പുറത്തു വരികയും മാധ്യമപ്രവർത്തകർ അത് ലോകം മുഴുവൻ എത്തിക്കുകയും അത് വലിയ തോതിൽ അമേരിക്കയിലടക്കം ചർച്ചയാവുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇതിന് സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. ഈ കപ്പലിനെ പിൻവലിക്കാൻ അമേരിക്ക തീരുമാനിച്ചതോടുകൂടി തന്നെ എന്താണ് വാസ്തവം എന്ന് ലോകം കാണുകയാണ്. ആ തരത്തിലേക്ക് അമേരിക്ക ചെന്ന് വീഴുന്നുണ്ട്. ഏതായിരുന്നാലും ട്രംപിന് ഒരു വിലയില്ലാത്ത തരത്തിലേക്ക് സർവേയിലടക്കം ജനപിന്തുണ കുറയുന്ന നിലയിലേക്ക് ട്രംപ് ചെന്ന് വീഴുന്നു എന്നത് തന്നെയാണ്. ആരും ഒരു വിലയും നൽകുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ അവസാനിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും വലിയ പ്രതിസന്ധിയിലൂടെ അമേരിക്ക കടന്നു പോകുന്നു. യുദ്ധ സാഹചര്യം അവരെ അങ്ങനെ ആക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.